പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാളേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ്ഭാഗവതം അഷ്ടമസ്കന്ധം ഷഷ്ടോധ്യായ. ശ്രീശുക ഉവാച ഏവം സ്തുത സുരഗണൈർ ഭഗവാൻ ഹരിരീശ്വര തേഷാം ആവിരഭൂൽ രാജൻ സഹസ്രാർക്കോദയദ്യുതി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സുബ്രഹ്മണ്യ പറയുകയാണ്, കഴിഞ്ഞ അധ്യായത്തിൽ മുഴുവൻ ബ്രഹ്മാവ് മറ്റു ദേവന്മാരോടൊക്കെ ചെന്നിട്ട് പാലാഴി തീരത്ത് ചെന്ന് അജിതനെ സ്തുതിച്ചതാണ് പറഞ്ഞത്. അങ്ങനെ ഏവം സ്തുത സുരഗണൈർ, ഇപ്രകാരം ദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെട്ട ഭഗവാൻ ഹരിരീശ്വര, ഈശ്വരനും ഭഗവാനുമായിട്ടുള്ള ശ്രീഹരി എങ്ങനെയാണ് രാജൻ എന്നാ വിളിക്കുന്നത് പരീക്ഷത്തെ അവരുടെ മുമ്പിൽ തേഷാം, അവരുടെ മുമ്പിൽ ആവിരഭൂൽ, അവർ ആവിർഭവിച്ചു. എങ്ങനെയാണ് ഭഗവാന്റെ ഭാവം? സഹസ്രാർക്കോദയദ്യുതി, 1000 സൂര്യന്മാർ ഒരേ സമയം അങ്ങോട്ട് ഉദിച്ചാൽ എത്രത്തോളം ശോഭ ഉണ്ടാവും, അത്രയധികം ശോഭയോട് കൂടിയിട്ടാണ് ആ ഭഗവാൻ അവിടെ ഇങ്ങോട്ട് അവതരിച്ചത്, അവരുടെ മുമ്പിൽ ആവിർഭവിച്ചത്. ആ സമയത്ത് തേനൈവ സഹസാ സർവേ ദേവാ പ്രതിഹതേക്ഷണ നാപശ്യൻ കം ദിശക്ഷോണിം ആത്മാനം ചകുതോ വിഭും. ആ തേന മഹസ ഏവ, ആ മഹത്തായിട്ടുള്ള ആ തേജസ്സിൻ്റെ ആ പ്രസരം കൊണ്ട് പ്രതിഹത അവരുടെ കണ്ണുകളെല്ലാം അങ്ങോട്ട് മങ്ങിപ്പോയി എന്ന് പറയുകയാണ് ദേവന്മാരുടെയും എല്ലാവരുടെയും. അപ്പോൾ സർവേ ദേവ, എല്ലാ ദേവന്മാരും കണ്ണ് മഞ്ഞളിച്ചിട്ട് എന്തായി? ഖം ദിശ ക്ഷോണിം ആത്മാനം ച നാപശ്യൻ, ആകാശത്തെയോ ദിക്കുകളെയോ ഭൂമിയോ തങ്ങളെ തന്നെയും കാണാൻ പറ്റാത്ത അവസ്ഥയിലായി അങ്ങോട്ട് കണ്ണ് മഞ്ഞളിച്ചിട്ട് ഈ ഭഗവാന്റെ പ്രകാശം കാരണം. അപ്പോൾ പിന്നെ വിഭും കുത, അപ്പോൾ പിന്നെ തങ്ങളെ തന്നെ കാണാനില്ല. അപ്പോൾ പിന്നെ ഭഗവാനെ കാണാൻ പറ്റുമോ? അവർക്ക് ആർക്കും ആ ശോഭ മാത്രമേ കണ്ടുള്ളൂ, ഭഗവാനെ കാണാൻ പറ്റിയില്ല അവർക്കെന്ന് പറയുകയാണ്. വിരിഞ്ചോ ഭഗവൻ ദൃഷ്ട്വാ സഹ സർവേണ തം തനും സ്വച്ഛം മരകതശ്യാമം കഞ്ചഗർഭാരുണേക്ഷണം. എന്നാലോ വിരിഞ്ചൻ, അതായത് ബ്രഹ്മാവ്, ഭഗവാനാണ് അദ്ദേഹം. പിന്നെയോ ദൃഷ്ട്വാ സഹ സർവേണ, അതായത് പരമേശ്വരനും കൂടെ ഉണ്ട്. എന്ത് ചെയ്തു? സ്വച്ഛ, അവർക്ക് രണ്ടുപേർക്കും സ്വച്ഛാം മരകത ശ്യാമം, നിർമ്മലായിട്ടുള്ള ഭഗവാന്റെ ആ രൂപം ഉണ്ടല്ലോ, താം തനും, ആ സ്വരൂപത്തെ ഈ പ്രകാശത്തിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് കാണാൻ പറ്റി. കഞ്ച ഗർഭാരുണേക്ഷണം, നല്ല ചെന്താമരയുടെ ഉൾവശം പോലെ അങ്ങനെ ഇളം ചുവപ്പുള്ള കണ്ണുകളോട് കൂടിയിട്ടുള്ളവനാണ് ആ ഭഗവാൻ. അതാണ് ഇനി ഇതൊന്ന് ഈ ശ്ലോകത്തിനുള്ള അവസാനത്തിൽ പറയാം. എന്താണ്? താം തനും, ഭഗവാന്റെ ആ രൂപത്തിനെയാണ് കാണാൻ പറ്റിയത് അവർക്ക്. അപ്പം തനും എന്നുള്ളതാണ് അവിടെ എന്താണ് വിശേഷം. അപ്പോൾ തനു എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ശരീരത്തെ സ്ത്രീലിംഗമാണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ വിശേഷണങ്ങളും എങ്ങനെയാണ്? ഒക്കെ സ്ത്രീലിംഗ സൂചനകളായിട്ടുള്ളതാണ്. അതാണ് താം തനും. പിന്നെ സ്വച്ഛാം മരകതശ്യാമാം കഞ്ചഗർഭ അരുണേക്ഷണം, ഇതൊക്കെ സ്ത്രീലിംഗങ്ങളാണ്. ആ കാരണം തനുവിനുള്ള വിശേഷങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് അവസാനത്ത് ഭഗവാനാണെന്ന് എപ്പോഴേ മനസ്സിലാവൂ? അവസാനത്തെ ശ്ലോകത്തിലേ മനസ്സിലാവൂ. തപ്തഹേമാവതാതേന ലസൽ കൗശേയവാസസ പ്രസന്ന ചാരു സർവാംഗീം സുമുഖീം സുന്ദരഭ്രുവം മഹാമണി കിരീടേന കേയൂരാഭ്യാം ച ഭൂഷിതാം കർണാഭരണ നിർബാധ കപോല ശ്രീമുഖാംബുജാം കാഞ്ചീകലാപവലയ ഹാരനൂപുരശോഭിതാം കൗസ്തുഭാഭരണാം ലക്ഷ്മീം ബിഭ്രതിം വനമാലിനിം സുദർശനാദിവിശ്വാസ്ത്രൈർ മൂർത്തിമദ്ഭിരുപാസിതാം തുഷ്ടാവദേവ പ്രവര സസർവ പുരുഷം പരം സർവാമരഗണൈ സാകം സർവാംഗൈർ അവനിംഗതൈ. എന്താണ് ആ തനുവിൻ്റെ, ഭഗവത് തനുവിൻ്റെ വിശേഷണങ്ങളാണ്. പിന്നേക്ക് എങ്ങനെയാണ്? സ്വച്ഛാം, മരകത നല്ല നിർമ്മലായിട്ടുള്ളതാണ്, മരകതക്കല്ല് പോലെ അങ്ങനെ നീല നിറത്തിലുള്ളതാണ്. കഞ്ചഗർഭ ആരുണേക്ഷണം, നല്ല ചെന്താമരയുടെ ഉൾവശം പോലെയുള്ള ഇളം ചുവപ്പുള്ളത്, കണ്ണിണ കൂടിയിട്ടുള്ളതാണ്.
ആ രൂപം പ്രസന്ന ചാരു സർവാംഗീം, പ്രസന്നമായിട്ടുള്ള എല്ലാ അവയവങ്ങളോട് കൂടിയതാണ്. തപ്തഹേമാവതാതേന, നല്ല ഉരുക്കിയുള്ള സ്വർണം പോലെ നല്ല തങ്ക നിറം ചേർന്നതും ലസൽ കൗശേയവാസസ, തിളങ്ങുന്ന ആയിട്ടുള്ള ആ മഞ്ഞ പട്ടണിഞ്ഞ ആ രൂപമാണ്. മഹാമണികിരീടേന, അനർഘരത്നങ്ങൾ പതിച്ച കിരീടത്തോടു കൂടിയതാണ്. കേയൂരാഭ്യാം ച, തോൾവളകൾ ഭൂഷിതാണ്, അലങ്കൃത ഇതാണ്. സുമുഖീം, ശോഭന മുഖത്തോടും സുന്ദരഭ്രുവം മനോഹരായിട്ടുള്ള പുരികങ്ങളോടും കൂടിയതാണ് ആ ശരീരം. കർണാഭരണ നിർബാധ കപോല ശ്രീമുഖ അംബുജം, കുണ്ടലങ്ങൾ അങ്ങനെ ശോഭിക്കണ ആ കവിൾത്തടത്തിൻ്റെ ശോഭയോട് കൂടിയിട്ടുള്ള ആ താമരപ്പൂ പോലുള്ള മുഖത്തോടു കൂടിയതാണ് ആ ശരീരം. കാഞ്ചീകലാപവലയ ഹാരനൂപുര ശോഭിതം, ആ അരഞ്ഞാളുണ്ട് അതുമാതിരി കൈവളകൾ, മുത്തുമാല, കാഞ്ചി കലാപ, അരഞ്ഞാണ്ടിൻ്റെ കൂട്ടങ്ങൾ തന്നെ ഉണ്ടെന്നാണ് കാഞ്ചി കലാപ. പിന്നെ കൈവളകൾ, ആ മുത്തുമാലകൾ, കാൽച്ചിലങ്കകൾ, അതിനാൽ ശോഭിതാണ് ആ ശരീരം. കൗസ്തുഭാഭരണ, കൗസ്തുഭരത്നത്തെ കഴുത്തിലണിഞ്ഞിട്ടുണ്ട്. ലക്ഷ്മിയും ബിഭ്രതിയും, മാറിൽ മഹാലക്ഷ്മിയെ ധരിച്ചിട്ടുണ്ട്. വനമാലിനിയും, വനമാല ചാർത്തിയതാണ്. മൂർത്തിമദ്ഭി സുദർശനാദിവി, മൂർത്തിമത്തുക്കളായുള്ള സുദർശനാദിവി സ്വാസ്ത്രൈ, തൻ്റെ ആയുധ സുദർശന ചക്രം, അതുമാതിരി ഗദ, പങ്കജം, മറ്റേ ശംഖം, ഇതിനൊക്കെ ഇതെല്ലാം മൂർത്തിമത് ഭാവത്തിൽ വന്ന് സേവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ ശരീരം. ഉപാസിതാം, പിന്നെയോ ആ തനുവേ ദൃഷ്ട, ആ താം തനും, അവിടെ അവരെ സ്ത്രീലിംഗാണ്. തനുവേ ദൃഷ്ട ദേവപ്രവര സർവ, ദേവശ്രേഷ്ഠനായിട്ടുള്ള ബ്രഹ്മാവ് ശിവനോടൊന്നിച്ച് അവനിംഗതൈ സർവ ആമരഗണൈ സാഗം, ഭൂമിയിൽ അങ്ങനെ നമസ്കരിച്ചുകൊണ്ടാണ് ആരോടുകൂടി എല്ലാ ദേവസമൂഹങ്ങളോടും ചേർന്നിട്ട് പരംപുരുഷം തുഷ്ടാവ, ആ പരമപുരുഷനെ സ്തുതിക്കാൻ തുടങ്ങിയതാണ്. ഇങ്ങനെ ആദ്യത്തിൽ ആ സ്ത്രീലിംഗ രൂപത്തിൽ ആ ഭഗവാന്റെ തനുവിനെ കണ്ടതിന് ശേഷം ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ അങ്ങോട്ട് സ്തുതിക്കാൻ തുടങ്ങി. അവിടെ ആ പരംപുരുഷൻ എന്നുള്ളത് മാത്രമേ ആ പുല്ലിംഗവും എന്നുള്ള ആ വ്യാസഭഗവാന്റെ ആ കവിതയുടെ മനോഹാരിതയാണ്. അത് നമുക്കൊന്നും പറയാൻ മനസ്സിലാക്കാൻ പറ്റില്ല. ശ്രേഷ്ഠന്മാരായിട്ടുള്ള ചില വ്യാഖ്യാതാക്കൾ അങ്ങനെ എഴുതി കാണിച്ചു എന്നൊന്നും മാത്രമേ ഉള്ളൂ. ബ്രഹ്മോവാച അജാതജന്മസ്ഥിതി സംയമായ ഗുണായ നിർവാണ സുകർണവായ അണോരണിന്നേ പരിഗണ്യധാമ്നി മഹാനുഭാവായ നമോ നമസ്തേ. ബ്രഹ്മാവ് സ്തുതിക്കാൻ തുടങ്ങുകയാണ്. എന്താണ്? അജാത ജന്മസ്ഥിതി സംയമായ, അജാതമായിട്ടുള്ള ഉൽപ്പത്തി സ്ഥിതി സ്ഥാനം എന്നീ അവസ്ഥകളോട് കൂടിയവനും, അതായത് ഭഗവാന് ജന്മമില്ല, സ്ഥിതിയില്ല, അവസാനം നാശമില്ല, അങ്ങനെയുള്ള ഭഗവാനാണ്. കാരണം അഗുണായ, ഗുണാതീതനാണ്. ഗുണങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ വരൂ. ഒപ്പം തന്നെ നിർവാണ സുഖർണവായ, ആത്മാനന്ദമാകുന്ന സമുദ്രമായവനാണ് ഭഗവാൻ. അണോ അണിമ്നെ, സൂക്ഷ്മമായിട്ടുള്ള ഏതെങ്കിലും വസ്തു ഉണ്ടോ അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള ആളാണ് ഭഗവാൻ. ഒപ്പം തന്നെ അപരിഗണ്യധാമ്നെ, അളവറ്റ ധാമാവോട് കൂടിയവനുമായിട്ടുള്ള മഹാനുഭാവനുമായ തേ നമ അങ്ങക്ക് വീണ്ടും വീണ്ടും നമസ്കാരം എന്ന് പറയുകയാണ്. ഈ അണോരണീയൻ മഹതോ മഹീയൻ അതായത് ഒരു ശ്രുതിവാക്യത്തിൻ്റെ അർത്ഥമാണ്. അതായത് ഏറ്റവും ചെറുതിനേക്കാൾ ചെറുതും ഏറ്റവും വലുതിനേക്കാൾ വലുതും എന്നാണ് അതിൻ്റെ അർത്ഥം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തത്വത്തിൽ നമുക്ക് പ്രപഞ്ചത്തിൽ ഈ അഗ്നിയാണ് അതിന് ഉത്തമ ദൃഷ്ടാന്തം. ഒരു ചെറിയ തിരി കൊളുത്തിച്ചാൽ അതിലുണ്ടാകും അഗ്നി. അതിൻ്റെ ചെറിയൊരു അംശം ആലോചിച്ച് നോക്കൂ, അതവിടെ കാണാം. അതേമാതിരി തന്നെ വലിയ വളരെയധികം വരുന്ന ഒരു പർവ്വതത്തോളം വരുന്ന വെടിമരുന്നിനെ പെട്ടെന്ന് അങ്ങോട്ട് കത്തിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പൊട്ടിത്തെറിക്കില്ലേ? അപ്പുറത്തെ അഗ്നിയുടെ മഹത്വം ആലോചിച്ച് നോക്കൂ. ഇത് രണ്ടിനും ആ അഗ്നിയെ ജ്വലിപ്പിക്കാനും ഈ ഒരു ചെറിയൊരു തിരി മതി. അപ്പോൾ പെട്ടെന്നാണ് വളർന്ന് വലുതാവാനും കഴിയും. അത്രയധികം ശക്തി ചുരുങ്ങാനും വലുതാവാനും കഴിയുന്നതാണ്. അതെല്ലാം ഭഗവാന്റെ ശക്തികളാണ്. രൂപം തവൈതൽ പുരുഷർഷഭേജ്യം ശ്രേയോർത്ഥിഭിർ വൈദികതാന്ത്രിയേണ യോഗേന ധാത സഹന ത്രിലോകാൻ പശ്യാമ്യമുഷ്മിന്നുഹ വിശ്വമൂർത്തൗ. ഹേ പുരുഷഋഷഭ ധാത എന്ന് വിളിക്കണം, അല്ലയോ പുരുഷോത്തമനും സൃഷ്ടികർത്താവുമായിട്ടുള്ള ഭഗവാനെ, തവ ഏതൽ രൂപം, അങ്ങയുടെ ഈ രൂപം ശ്രേയോർത്ഥിഭിർ, അതായത് ശ്രേയസിനെ ആഗ്രഹിക്കുന്നവരാൽ വൈദിക താന്ത്രികയാണ്, വൈദികവും താന്ത്രികവുമായിട്ടുള്ള യജ്ഞം, പല യജ്ഞങ്ങളെ കൊണ്ട് യജിക്കപ്പെടുവാൻ അർഹമാണ്.
വിശ്വമൂർത്തിയായിട്ടുള്ള അമുഷ്മിൻ ഇദ്ദേഹത്തിൽ സഹ ഞങ്ങളടക്കമുള്ള ത്രിലോകാൻ യോഗേന പശ്യാമി. ആശ്ചര്യം, അങ്ങയുടെ ഈ വിശ്വരൂപത്തിൽ എങ്ങനെയാണ് ഞങ്ങളടക്കമുള്ള എല്ലാവരെയും ഞാൻ 3 ലോകങ്ങളെയും ഇതാ യോഗശക്തി കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്ന് ബ്രഹ്മാവും പരമേശ്വരനൊക്കെ പറയുകയാണ്. എല്ലാം അടങ്ങിയുള്ള വിശ്വരൂപത്താണ് അങ്ങയെ വൈദികമായിട്ടുള്ള താന്ത്രികമായിട്ടുള്ള രൂപങ്ങളെ പല യജ്ഞങ്ങളെ കൊണ്ടും പൂജകളെ കൊണ്ടും വിശ്വരൂപത്തിന് പൂജിക്കണതൊക്കെ ക്രിയായോഗത്തിൽ ഏകാദശത്തിൽ പറയും ഭഗവാൻ തന്നെ. അങ്ങനെ ഭഗവാനെ ഭജിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ശ്രേയസ് ആഗ്രഹിക്കുന്നവരാൽ ഭജിക്കപ്പെടാറുണ്ട്. ത്വയ്യഗ്ര ആസീൽ ത്വയി മധ്യ ആസീൽ ത്വയ്യന്ത ആസീൽ ഇദമാത്മതന്ത്രേ ത്വമാതിരന്തോ ജഗതോസ്യ മധ്യം ഘടസ്യ മത്സ്നേവ പരസ്മൽ. ഈ പ്രപഞ്ചത്തിന്റെ അഗ്രേ ഇതം, ആദ്യമേ തന്നെ ഈ വിശ്വം ആത്മതന്ത്രേ ത്വയി ആസീൽ. അതായത് ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അതിന് അംഗത്തിലുണ്ടായിരുന്നു. കാരണം അങ്ങ് ആരാണ്? സർവതന്ത്ര സ്വതന്ത്രനായിട്ടുള്ള അങ്ങയിൽ ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. ആ പ്രപഞ്ചം നിലനിൽക്കുന്ന സമയത്ത് അതും മധ്യകാലത്തും ത്വയി അങ്ങയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവസാനത്തിലും ത്വയി ആസീൽ, അവസാനത്തിൽ ലയിച്ചു പോകുന്നത് എങ്ങനെയാണ്? അങ്ങയിൽ തന്നെയാണെന്ന് പറയുകയാണ്. ആസീൽ ഏതുമാതിരി? ഘടസ്യ മത്സ്ന ഇവ അസ്യ ജഗത. ആദി മധ്യം അന്ത. ഉദാഹരണം എന്താ വെച്ചാൽ മണ്ണ്, കളിമണ്ണുണ്ടല്ലോ. കളിമണ്ണ് എപ്പോഴും ഉണ്ട്. ആ കളിമണ്ണിൽ നിന്ന് ആദ്യം കുടം ഉണ്ടായി. അപ്പോൾ കുടം ഉണ്ടായപ്പോൾ കുടമത്തിൻ്റെ ഉള്ളിലും കളിമണ്ണ് തന്നെ ഉണ്ട്. കുടം ഉണ്ടാകുന്നതിന് മുമ്പും കളിമണ്ണുണ്ട്. ആ കുടം ഉണ്ടായി കഴിഞ്ഞാൽ കുടമായി നിൽക്കുന്നതും കളിമണ്ണാണ്. പിന്നെ കളിമണ്ണ് ആ കുടം പൊട്ടിക്കഴിഞ്ഞാൽ വീണ്ടും കളിമണ്ണിൽ തന്നെ പൂജ ചെയ്യും. അതുമാതിരി മത്സ്ന ഇവ ഘടസ്യ മത്സ്ന ഇവ, ഈ വിശ്വത്തിൻ്റെ ആദിയും മധ്യവും ഒടുക്കവും പരസ്മാൽ അങ്ങേ അറ്റത്തുള്ളതിൽ നിന്നും ഉപരിയായവനായ ത്വം അങ്ങ് തന്നെ, എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള ആണ് അങ്ങിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്, നിലനിൽക്കുന്നത്, അവസാനിക്കുന്നത്. ത്വം മായയാത്മാശ്രയാസ്വയേദം നിർമായ വിശ്വം തദനുപ്രവിഷ്ട പശ്യന്തി യുക്താ മനസാ മനീഷിണോ ഗുണം വ്യവായേപ്യഗുണം വിപശ്ചിത. സ്വയാ ആത്മാശ്രയാ മായയാ. ഭാഗവത്തിൽ എല്ലാ ദിക്കിലും പറയുന്നതാണ് വസ്തുത. അപ്പോൾ ഈ പ്രപഞ്ചം എന്താണ്? ഭഗവാന്റെ മായ കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണെന്ന് വാസ്തവത്തിലല്ല. അതിങ്ങനെ പല തരത്തിൽ പല സ്ഥിതികളിലൊക്കെ തന്നെ പറയും. അതാണ് സ്വയാ ആത്മാശ്രയാ മായ, സ്വന്തമായതും തന്നെ ആശ്രയിച്ചിട്ടുള്ളതുമായ മായയാൽ ത്വം ഇതം വിശ്വം നിർമായ, അങ്ങ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് തദനുപ്രവിഷ്ട, അതിൽ അന്തര്യാമിയായിട്ട് സ്ഥിതി ചെയ്യുന്നു. മനീഷിണ വിവസ്ഥിത യുക്ത, വിവേകികളും വിദ്വാൻമാരുമായിട്ടുള്ള യോഗീശ്വരന്മാര് ഗുണം വ്യവായെ, ഈ പ്രകൃതിയുടെ ഗുണങ്ങൾ വ്യാപിച്ച അവസ്ഥയിലും ത്വാം അഗുണം മനസാ പശ്യതി. അപ്പം അങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിൽക്കുന്ന അവസാനിക്കുന്നില്ല എല്ലാ വസ്തുക്കളിലും അതെല്ലാം ഗുണാത്മകമാണെങ്കിൽ കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം ഗുണങ്ങൾക്കെല്ലാം അതീതനായിട്ടുള്ള അങ്ങേ തന്നെ മനസ്സുകൊണ്ട് ദർശിക്കുന്നു. ആര്? വിവേകികളും വിദ്വാൻമാരുമായിട്ടുള്ള യോഗീശ്വരന്മാർ. അവർക്കത് അങ്ങയുടെ രൂപം യഥാർത്ഥത്തിൽ കാണാൻ കഴിയുമെന്ന് പറയുകയാണ്. പറഞ്ഞില്ലേ, മണ്ണിൻ്റെ കുടം കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും അത് മണ്ണിനെ തന്നെ കാണാൻ കഴിയും. അല്ലെങ്കിൽ സ്വർണ്ണ ആഭരണം കണ്ടാലും അതിൻ്റെ ഉള്ളിലുള്ള സ്വർണ്ണത്തിനെ കാണാൻ കഴിയും. അതുമാതിരി ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും എല്ലാ സമയത്തും നിലനിൽക്കുന്നത് ഭഗവാൻ ആ പരബ്രഹ്മസ്വരൂപിനെയാണെന്നുള്ളത് അങ്ങനെയാണ് തത്വജ്ഞാനികൾക്കറിയാം. യദഗ്നിമേതസ്യമൃതം ച ഗോഷു ഭുവ്യന്നമംബൂൽ യമനേ ച വൃത്തിം യോഗൈർമനുഷ്യ അതിയന്തി ത്വം ഗുണേഷു ബുദ്ധ്യാ കവയോ വദന്തി. യോഗൈ, പരിശ്രമങ്ങളിലൂടെ മനുഷ്യ ഏതസി അഗ്നിം, അതായത് ഇങ്ങനെ പല യോഗ പരിശ്രമങ്ങളെ കൊണ്ട് മനുഷ്യരെന്ത് ചെയ്യും? അരണിയിലെ അഗ്നിയെയും ഗോഷു പശുക്കളിൽ നെയ്യിനെയും ഭൂമിയിൽ അന്നം ധാന്യാദികൾ അമ്പു ജലം ഇവയെയും പരിശ്രമത്താൽ വൃത്തിം ച ഉപജീവന മാർഗത്തെയും യഥാഹി എപ്രകാരമോ അപ്രകാരം കവയ ക്രാന്തദർശികളായവർ ഗുണേഷു ഗുണകാര്യങ്ങളായിട്ടുള്ള ഇന്ദ്രിയാദികളിൽ ത്വാം ബുദ്ധ്യ അധിയന്തി, അതായത് പ്രാപിക്കുന്നതായി വദന്തി, അങ്ങയെ ബുദ്ധിചക്രിയാൽ പ്രാപിക്കുന്നതായിട്ട് വദന്തി പറയുന്നു എന്ന് പറയുകയാണ്. എങ്ങനെയാണ്? സാധാരണ മനുഷ്യരെന്ത് ചെയ്യും? അരണി മദനം ചെയ്തിട്ടല്ല അഗ്നി ഉൽപ്പാദിപ്പിക്കും, ഗോക്കളെയൊക്കെ ദോഹനം ചെയ്തിട്ട് പാലുണ്ടാക്കും, അതിൽ നിന്ന് തൈര് അതുമാതിരി നെയ്യൊക്കെ ഉൽപ്പാദിപ്പിക്കും, ഭൂമിയിൽ കൃഷി ചെയ്ത് ഭക്ഷണത്തിനും മറ്റുള്ള ധാന്യങ്ങളൊക്കെ വിളയിക്കും, ഭൂമിയിൽ
ഖനനം ചെയ്തിട്ട് ജലം എടുക്കും. ഇങ്ങനെ വ്യാപാരം കൊണ്ട് ഉപജീവന മാർഗങ്ങളെല്ലാം കണ്ടെത്തും സാധാരണ മനുഷ്യർ. പക്ഷെ ക്രാന്തദർശികളായിട്ടുള്ളവർ എന്ത് ചെയ്യും? അവർ തങ്ങളുടെ യോഗശക്തി കൊണ്ട് ഈ മാനസ വ്യാപാരങ്ങളിൽ, ഈ ഗുണകാര്യങ്ങളായിട്ടുള്ള ഇന്ദ്രിയങ്ങളിൽ എല്ലാം നിർഗുണനായിട്ടുള്ള അങ്ങയെ പ്രാപിക്കുന്നതായിട്ട് അവർ പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള ആ ദർശനം ലഭിക്കാൻ ഇതാണ് തം ത്വം വയം നാഥ സമുജ്ജിഹാനം സരോജനാവാദിരേപ്സിതാർത്ഥം ദൃഷ്ട്വാഗതാ നിർവൃതി മധ്യ സർവേ ഗജാദവാർത്താ ഇവ ഗംഗമംഹ. അതുകൊണ്ട് ഹേ നാഥ, സരോജനാഭ, ആ ശ്രീപത്മനാഭ, ആ നാഭിയിൽ താമരപ്പൂരിഞ്ഞായിട്ടുള്ള ഭഗവാനെ അതിചിരേപ്സിതാർത്ഥ, എത്രയോ കാലമായിട്ട് ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട് തം ത്വാം, ആ അങ്ങയെ സമുജ്ജിഹാനം മുന്നിൽ ഇതാ പ്രത്യക്ഷീഭവിച്ചവനായിട്ട് കണ്ടിട്ട് ദൃഷ്ട്വ ആദ്യ ഇപ്പോൾ വയം സർവ്വ ഞങ്ങളെല്ലാവരും ദവാർത്ത ഗജ ഏതുമാതിരിയാണ് ഞങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ? കാട്ടുതീയിൽ വെച്ചിട്ട് പൊരിഞ്ഞിട്ടുള്ള ആനകളുണ്ടല്ലോ, ഗജ ഗാംഗമമ്പ, ഗംഗാജലം കണ്ടാലെന്ന പോലെ ആനന്ദ അതിരേകത്തെ പ്രാപിച്ചവർ, നിർവൃതിയും ഗത പ്രാപിച്ചവരായി എന്നാ പറയുന്നത്. അങ്ങയുടെ ആ രൂപം ദർശിച്ചപ്പോഴേക്കും ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറി എന്ന് പറയുകയാണ്. സത്വം വിധസ്വാഖിലോകപാല ഭയം യഥാർത്ഥവ പാദമൂലം സമാഗതാസ്തേ ബഹിരന്തരാത്മൻ കിം വാന്യവിജ്ഞാപ്യമശേഷസാക്ഷിണ. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താണ് അങ്ങയുടെ മുമ്പിൽ എന്തിനാ വന്നിരിക്കണമെന്നുണ്ടല്ലോ, അങ്ങ് തീർച്ചയായിട്ടും കാരണം അങ്ങ് എങ്ങനെയാണ് ഹേ ബഹിരന്തരാത്മൻ, എല്ലാവരുടെയും അകത്തും പുറത്തും ആത്മസ്വരൂപത്തിൽ വർത്തിക്കുന്നവനാണ് അങ്ങ്. അശേഷ സാക്ഷിണ, എല്ലാറ്റിനും സാക്ഷിയായിട്ടുള്ള ആളാണ്. അങ്ങയ്ക്ക് അന്യവിജ്ഞാപ്യം, വേറൊരാൾ പറഞ്ഞറിയിക്കപ്പെടേണ്ട ഒരു കാര്യമില്ല. കിംവ എന്തുണ്ടെന്നാ ചോദിക്കണേ. സത്വം, ആ അങ്ങ് അഖില ലോകപാല വയം, സമസ്ത ലോകങ്ങളുടെയും രക്ഷകരായിട്ടുള്ള ഞങ്ങൾ യഥാർത്ഥ എന്തു കാര്യത്തോടെയാണ് തവ പാദമൂലം സമാഗത, അങ്ങയുടെ പാദമൂലത്തെ ആശ്രയിച്ചുകൊണ്ട് അവിടെ വന്നിരിക്കുന്നത്. വിതൽസ്വ, അത് അങ്ങയ്ക്ക് അറിയാം. അതിനു വേണ്ടിയിട്ടുള്ള മാർഗം, അത് ഞങ്ങൾ ആ വിഷമവും ഉണ്ടല്ലോ, അതിനെ വിതൽസ്വ ചെയ്തു തന്നാലെന്ന് പറയുകയാണ്. എന്താണ്? അഹം ഗിരിത്രശ്ച സുരാദയോഗേ ദക്ഷാദയോഗ്നേരിവ കേതവസ്തേ കിം വാ വിദാമേശ പൃഥഗ് വിഭാത വിദൽസ്വശംനോ ദ്വിജദേവമന്ത്രം. അതുകൊണ്ട് ഹേ ഈശ്വര, ജഗദീശ്വര, അഗ്നേ കേതവ ഇവ തേ പൃഥക് വിഭാത, അതായത് ഞങ്ങളെല്ലാവരും എങ്ങനെയാണ് അങ്ങാകുന്ന അഗ്നിയിൽ നിന്ന് തെറിക്കുന്ന ചെറിയ തീപ്പൊരികൾ പോലെ അങ്ങനെ അങ്ങയിൽ നിന്ന് ആവിർഭവിച്ച് പ്രത്യേകം ശോഭിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ ശക്തികളും പ്രകാശം എങ്ങനെയാണ് അങ്ങിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ആരാണ്? അഹം ഗിരിത്ര, ഞാൻ പരമേശ്വരൻ, ഈ ദേവാദികൾ, അതുമാതിരി ദക്ഷാദികളായിട്ടുള്ള പ്രജാപതിമാര്, എല്ലാരെല്ലാം ഉണ്ടോ, അവരെല്ലാവരും ഞങ്ങളുടെ ക്ഷേമത്തെ പറ്റി കിം ഭാവിത എന്താണ് പറയാനുള്ളത് ചോദിക്കുകയാണ്. അങ്ങക്ക് അതൊക്കെ അറിയാം, അതുകൊണ്ട് ആലോചിച്ചുകൊണ്ട് ചെയ്യണം. കാരണം അങ്ങ് ആരാണ്? ദ്വിജദേവമന്ത്രം വിതൽസ്വ, ബ്രാഹ്മണര് ദേവന്മാർക്ക് ഇവർക്ക് വേണ്ടുന്ന സാരോപദേശം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് നിറവേറ്റി തന്നാലെന്ന് പറയുകയാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ വളരെ വിഷമത്തിലാണ്. അതിനെ മാറ്റാനുള്ള, ആ വിഷമം മാറ്റാനുള്ള ഉപായം പറഞ്ഞു തരണേ എന്നാണ് ബ്രഹ്മാവ് സൂചിപ്പിച്ചത്. ശ്രീ ശുഭൗവാച ഏവം വിരിഞ്ചാദിവിരീഡിതസ്ഥൽ വിജ്ഞായ തേഷാം ഹൃദയം തദൈവ ജഗാദജീമൂതഗധീരയാ ബദ്ധാഞ്ജലിൻ സംവൃത സർവകാരകാൻ. ശ്രീശുവം ബ്രഹ്മർഷി പറഞ്ഞു. ആ സമയത്ത് ഭഗവാൻ എന്താണ്? ഏവം ഇപ്രകാരം വിരിഞ്ചാദിവി ഈഡിത, ബ്രഹ്മാദി ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട ഭഗവാൻ തേഷാം തത് ഹൃദയം തഥൈവ വിജ്ഞായ, അവരുടെ ആ മനസ്സിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, അതേവിധം മനസ്സിലാക്കിയിട്ട് സംവൃത സർവകാരകാൻ, ഇന്ദ്രിയ വ്യാപാരങ്ങളെല്ലാം നിയന്ത്രിച്ച് തൻ്റെ മുമ്പിൽ ബദ്ധാൻ കൂപ്പുകൈയോടെ നിൽക്കുന്ന അവരോട് ജീമൂതഗഭീരയ, ഇടിമുഴക്കം പോലെ ഗാംഭീര്യമുള്ള ഗിരാ ജഗാത വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുകയാണ്. ഏക ഏവേശ്വര തസ്മിൻ സുരകാര്യേ സുരേശ്വര വിഹർത്തുവാമസ്ഥാനാഃ
സമുദ്രമദനാദിഭി. ശ്രീകൃഷ്ണ പറയാണ്, ഭഗവാൻ ഇങ്ങനെ പറയാൻ ഒരു കൂടി ഉദ്ദേശം എന്താണ്? സുരേശ്വര ഏക ഏവ, എല്ലാ ദേവന്മാർക്കും ഈശ്വരനായിട്ടുള്ള ഭഗവാൻ ഒരേ ഒരാളാണ് ഭഗവാൻ. തസ്മിൻ സുരകാര്യ, ആ ദേവകാര്യത്തിൽ ഈശ്വരനാണ്, സ്വയം എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ആളാണ് ഭഗവാൻ. അതായത് ഭഗവാൻ ഒറ്റയ്ക്ക് വേണം ചില ഇവരുടെ വിഷമങ്ങളൊന്നും ഇതില്ലാതെ അവിടെ ഇരുന്നാണ് ഒന്ന് സങ്കല്പം കൊണ്ട് ശരിയാക്കി തീർക്കാൻ പറ്റും. എന്നാലോ സമുദ്രമദനാദിവി വിഹർത്തുകാമ, ഈ പാലാടി കടയ അങ്ങനെയുള്ള അതിലുള്ള ഒരു ലീലയൊക്കെ അങ്ങനെ വിഹർത്തുകാമ കീടിപ്പാനിച്ചുകൊണ്ട് താൻ അവരോട് പറഞ്ഞു എന്നാണ്. അതായത് ഭഗവാൻ ഒറ്റയടിക്ക് വേണിച്ചാൽ തീർക്കാം, എന്നാലോ തൻ്റെ അവതാര ലീലകളെ കൊണ്ട് എല്ലാവർക്കും നമ്മുടെ ഭക്തന്മാർക്കൊക്കെ അത് പാടി പുകഴ്ത്താനും അത് സ്മരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അതിൽ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലീലാവിനോദമായിട്ടാണ് ഭഗവാൻ ഈ സമുദ്രമദനൊക്കെ ചെയ്യാൻ ഉപദേശിച്ചതെന്നാണ് ശ്രീശുഖ ബ്രഹ്മർഷി പറയുന്നത്. ശ്രീ ഭഗവാനുവാച ഹന്ത ബ്രഹ്മൻ അഹോ ശംഭോ ഹേ ദേവാ മമ ഭാഷിതം ശൃണുതാവഹിതാ സർവേ ശ്രേയോ വസ്യാസുരാ. ഹന്ത ബ്രഹ്മൻ, ഹേ ബ്രഹ്മാവേ, അഹോ ശംഭോ, ഹലോ പരമേശ്വര, ഹേ ദേവ, മറ്റു ദേവന്മാരെ, സുര, മറ്റു സുരന്മാരെ, ഭവാന്മാർക്ക് എപ്രകാരമായാൽ ശ്രേയ ഉണ്ടാകുമോ അതിനുതകുന്ന മമ ഭാഷ്യ, എൻ്റെതായി ഈ വാക്യത്തെ അവഹിതാശുണ, ശ്രദ്ധയോടെ കേൾപ്പിൻ എന്നാണ് ഭഗവാൻ ആദ്യം പറയുന്നത്. എന്താണ്? യാത ദാനവധൈര്യ ഈ താവൽ സന്ധിർവിധീയതം എന്താണ്? ഭവാന്മാർക്ക് ആത്മന ഭവ യാവൽ, അതായത് ഭവാന്മാർക്ക് സ്വന്തമായിട്ട് അഭ്യുദയം, ഈ ലൗകികമായിട്ടുള്ള ശ്രേയസ് ഉണ്ടാവണ്ടേ, യാവൽ എപ്പോഴാണോ അതുവരെ എന്ത് ചെയ്യണം? ഇപ്പം നിങ്ങൾ കുറച്ച് ഇതിൽ ജലയൊക്കെ ബാധിച്ച് ആരോഗ്യം ഒട്ടും ഇല്ലാണ്ട് ലൗകികമായിട്ട് ആകെ അശ്രീയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം അത് നേരാവുന്നത് വരെ എന്ത് വേണം? താവൽ കാലേന, ആ കാലവൈഭവം കൊണ്ട് കാലേന അനുഗ്രഹീതൈ, ഈ സമയത്ത് ഇപ്പോൾ കാലം കൊണ്ട് അനുഗ്രഹീതരായിട്ടുള്ള തൈ ദാനവദൈതേയൈ, ആ ദാനവന്മാരും ദൈത്യന്മാരുമായിട്ടുള്ള ആ അസുര സംഘവുമായി സന്ധി വിധീയത, അവരോടായിട്ട് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കേണ്ടതാണെന്നാണ്. യാത പോവിൻ, നിങ്ങളവിടെ പോവിൻ, അവരുടെ അടുത്ത് പോകുന്ന വേണം. അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല വേണം, അവരോട് ഒരു സന്ധി സംഭാഷണം നടത്തിയിട്ട് അവരെ കൂട്ടുകൂട്ടിയിട്ട് ഒന്നിച്ചിട്ടൊരു പ്രവർത്തനം ചെയ്യണം. നിങ്ങളുടെ ഈ ജരാന്തരയൊക്കെ ഇല്ലാണ്ടേക്കാൻ. അതെന്താണെന്ന് ഭഗവാൻ വിസ്തരിച്ച് പറയുകയാണ്. അരയോഭിഹി സന്ധേയ സതി കാര്യാർത്ഥ ഗൗരവേ അഹിമൂഷകവൽ ദേവാ ഹ്യർത്ഥസ്യ പദവിം ഗതൈ. എന്താണ്? ഹേ ദേവന്മാരെ, കാര്യാർത്ഥ ഗൗരവേ സതി, നടക്കേണ്ട കാര്യം ഗൗരവമുള്ള ആയതുകൊണ്ട് അരയ അഭിസന്ധേയാഹി, ശത്രുക്കളോട് കൂടിയിട്ട് നിങ്ങൾ സന്ധി ചെയ്യണം എന്ന് പറയുകയാണ്. കാരണം അർത്ഥസ്യ പദവിയും, അവനവന് ഒരു കാര്യം നേടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണ്ടിയിട്ടും ചിലപ്പോൾ ആ ഗതൈ അഹിമൂഷകവൽ, പാമ്പും എലിയും തമ്മിൽ പോലും കൂടി സന്ധി ചെയ്യേണ്ടി വരും. കാര്യം രണ്ടുപേർക്കും കൂടി കാര്യം നടക്കണം എന്ന് വെച്ചാൽ. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എന്താണ് ആ ഒരു കാര്യം നടക്കണം? അതുകൊണ്ട് അസുരന്മാരോട് വൈരം വിചാരിക്കാണ്ട് അവരോട് ചെന്ന് സന്ധി ചെയ്യുന്നേ വേണം, അവർ ചെന്ന് പാട്ടിലാക്കുന്നേ വേണം. ആ കാര്യ ഗൗരവം മനസ്സിലാക്കിയിട്ടെന്നാണ് ഭഗവാൻ പറയണത്. ഈ എലിയും ആ പാമ്പിനെയുള്ള ഉദാഹരണം പറയുന്നത് വെച്ചാൽ എങ്ങനെയാ വെച്ചാൽ, സന്ധി ഇങ്ങനെ പണ്ട് ഒരു കുറവൻ്റെ കൊട്ടയിലെ പാമ്പ് എന്ത് ചെയ്യും? എലി കൊട്ടയിൽ കിടക്കുകയാണ് പാമ്പിന് പുറത്ത് കിടക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ആ കൊട്ട തുളണ്ടാക്കണം. അപ്പോൾ വേഗം എന്ത് ചെയ്യും? പുറത്തുള്ള എലിയായിട്ട് അല്ലേ വിളിച്ചു വരുത്തി അതായിട്ട് സന്ധി കൂടും. സന്ധി കൂടിയിട്ട് എന്ത് ചെയ്യും? എലി വന്നിട്ട് പാമ്പിനെ രക്ഷിക്കാനുള്ള ഭാവത്തിൽ ആ കൊട്ടയിൽ തുളണ്ടാക്കും. തുളയിൽ കൂടെ പാമ്പ് പുറത്ത് കിടക്കും കേട്ടോ. പാമ്പ് രക്ഷപ്പെടുന്നത് എന്ത് ചെയ്യും? ആ എലിയെ തന്നെ പിടിക്കും, ഭക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ അതിവിദഗ്ധമായിട്ടുള്ളൊരു തന്ത്രമാണ് ഭഗവാൻ ഇവിടെ തത്ര പണബന്ധ സന്ധി എന്നില്ലേ, അതാണ് അങ്ങനെയുള്ള ആ സന്ധിയുടെ ഉടമ്പടി അങ്ങനെയാണ് ചെയ്തുകൊണ്ട് അതിന് ചെയ്യണം എന്നുള്ളതാണ്. അമൃതോൽപാദനേ യത്ന ക്രിയതം അവിളംബിതം യസ്യ പീഡസ്യ വൈർജന്തുർ മൃത്യുഗ്രസ്തോ അമരോ ഭവേ. നിങ്ങൾക്കിപ്പോൾ ഈ അമരത്വം ലഭിക്കണം. അതായത് മൃത്യുഗ്രസ്തന്മാരാണ് നിങ്ങൾ, മരണത്താൽ പിടിക്കപ്പെട്ടവരാണ്, ജരാവ ബാധിച്ചവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആ അമരത്വം ഭാവിക്കണം. അതിനെന്ത് വേണം? അമൃതോൽപാദനേ യത്ന ക്രിയതം അവിളംബിതം, അധികം ഒട്ടും വൈകാണ്ട് അമൃത് ഉണ്ടാക്കാൻ ഉൽപ്പാദിപ്പിക്കാൻ പരിശ്രമിക്കണം എന്ന് പറയുകയാണ്. അതെങ്ങനെയാണ്? ഈ ആ അമൃത് കുടിച്ചു കഴിഞ്ഞു വെച്ചാൽ മരണവക്ത്രത്തിൽപ്പെട്ടവൻ പോലും അതിൽ നിന്ന് രക്ഷപ്പെടും, അമരനായി തീരും. അങ്ങനെ അമൃതോത്പാദനത്തിനാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. അതിനെങ്ങനെയാണ് അമൃത് കിട്ടുക?
ക്ഷിപ്വാ ക്ഷീരോദധൗ സർവാ വീരുതൃണലതൗഷധി മന്ദാനം മന്ദരം മന്ദരം കൃത്വാ നേത്രം കൃത്വാ തു വാസുകിം സഹായേന മയാ ദേവ നിർബന്ധധ്വം അതന്ത്രിത ക്ലേശഭാജോ ഭവിഷ്യന്തി ദൈത്യായൂയം ഫലഗ്രഹ. അതുകൊണ്ട് ഹേ ദേവന്മാരെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? വീരുൾ തൃണലത ഔഷധി സർവ വള്ളികളെ പുൽക്കൊടികളെ ഔഷധികളെ എല്ലാം തന്നെ ക്ഷീരോദധൗ ക്ഷിപ്ത പാലാഴിയിൽ കൊണ്ട് അങ്ങനെ ഇടണം കേട്ടോ. വാസുകീം നേത്രം കൃത്വ വാസുകിയെ കയറാക്കിയിട്ട് വെച്ചിട്ട് മന്ദാനം കൃത്വ മന്ദരപർവ്വതത്തെ കടകോലിൻ്റെ മത്താക്കി ചെയ്തുകൊണ്ട് സഹായേനമയ എൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഞാനും കൂടെ ഉണ്ടാവും നിങ്ങളുടെ അതന്ത്രിത ഒട്ടും ആലസ്യമില്ലാണ്ട് നിർമ്മന്ധധ്വം കലക്കാതില് കടയൂ എന്ന് പറയണം. പാലാഴി അങ്ങോട്ട് കടയൂ ഈ കടകോലെന്ന് പറയുകയാണ്. യൂയം നിങ്ങളും ഉണ്ടാവും, അതിനാണ് സന്ധി അസുരന്മാരും ഉണ്ടാവും, രണ്ടുപേരും ഉണ്ടാവും എന്ന് പറയുകയാണ്. യൂയം ഫലഗ്രഹ നിങ്ങൾക്ക് ഫലം കിട്ടും, ഫലഭോക്താക്കളാവും. ദൈത്യാം ക്ലേശവ അവർ നിങ്ങളുടെ കൂടെ പരിശ്രമിക്കും, അവർക്ക് ക്ലേശം മാത്രമേ ബാക്കി ഉണ്ടാവൂ. അങ്ങനെ ആയിത്തീരുക എന്ന് പറയുകയാണ്. യൂയം തദനുമോദധ്വം യദിച്ഛന്ത്യസുരാസുരാ ന സംരംഭേണ സിദ്ധ്യന്തി സർവേർത്ഥാ സാന്ത്വയായഥാ. ആഹേ അത് ദേവന്മാരെ ആസുരാ യൽ ഇച്ഛന്തി എന്തിച്ഛിക്കുന്നുവോ തത് അത് യൂയം അനുമോദധ്വം അനുവദിക്കണം. അസുരന്മാർ പല സന്ധി സംഭാഷണത്തിന് വരുമ്പോഴേ ചില കണ്ടീഷൻസ് ഒക്കെ വെക്കും, അതൊക്കെ നിങ്ങൾ സമ്മതിക്കണം, അനുവദിക്കണം എന്ന് പറയുകയാണ്. കാരണം എന്താ വെച്ചാൽ സാമോപായത്താൽ എന്തെല്ലാം കാര്യങ്ങൾ നേടാൻ കഴിയുമോ ആ സർവേ അർത്ഥായഥ എപ്രകാരം സിദ്ധി നേടാമോ സംരംഭേണ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിച്ച് തല്ലിക്കൊണ്ട് നേടാൻ സാധിക്കില്ല. അതുകൊണ്ട് സാമമാർഗത്തിൽ കൂടിയിട്ട് അവരെ ചെന്ന് അവരെ കൂട്ടി വിളിച്ചു വരുത്തി അവർ പറഞ്ഞതൊക്കെ ചെയ്തു കൊടുക്കാമെന്നൊക്കെ വാക്ക് കൊടുത്തിട്ട് നിങ്ങൾ സന്ധി ചെയ്തിട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന. കാരണം നിങ്ങൾക്കിപ്പോൾ ആരോഗ്യമില്ല, അമൃത് കടയണമെന്ന് വെച്ചാൽ അസുരന്മാരുടെ സഹായം വേണം. അതുകൊണ്ടാണ്. ഇനിയോ പിന്നെയും പറയും ഭേദവ്യം കാളകൂടൽ വിഷൽ ജലതി സംഭവൽ ലോഭ കാര്യോ നവോ ജാതു രോഷ കാമസ്തു വസ്തുഷു. ഈ ജലതി സംഭവാൽ ഈ സമുദ്രം കണ്ട അതിൽ കടയാൻ തുടങ്ങിയ എന്തിനാവും അതിൽ നിന്ന് പലതും ഉണ്ടായിത്തീരും. ആദ്യം കാളകൂടെന്നുള്ള വിഷമാണ് ഉണ്ടാവുക. അതിൽ നിന്ന് ഭേദവ്യം അത് കാണുമ്പോഴേക്ക് പേടിച്ച് ഓടുന്നരുത്, ഭേദവ്യം ഭയപ്പെടരുത്. വസ്തു അതുമാതിരി ഭവാന്മാർക്ക് ഈ അമൃതമദനത്തിൽ ലഭിക്കുന്ന വസ്തുക്കളിലുണ്ടല്ലോ അതിൽ ലോഭ എന്ന കാര്യ ഒരിക്കലും ഉണ്ടായിരുന്നത്. കാരണം കാമത്വത്യാഗ്രഹം എങ്ങനെയാണ് വിദ്വേഷത്തിൽ കലാശിക്കുക. അതുകൊണ്ട് ഒന്നിനും ആഗ്രഹിക്കരുത്. പല സാധനങ്ങളും കിട്ടും, എന്നാലും നിങ്ങൾ കടഞ്ഞുകൊണ്ടിരിക്കണം. ആത്യന്തികമായുള്ള ഇതിനു വേണ്ടിയിട്ടാണ് അമൃതാണ്, അതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഇടയിൽ വരുന്ന ചെറിയ കാര്യങ്ങളിൽ ഭ്രമിക്കരുത് എന്ന് പറയുകയാണ്. ഇപ്പം എൻ്റെ അമൃതമദനത്തിന് 3 ലക്ഷ്യങ്ങളാണെന്നാണ് ഭഗവാന്റെ ഉദ്ദേശം. ഒന്ന് ഭഗവാന് ക്രീഡിക്കാനൊരു അവസരം, അതുമാതിരി ദേവന്മാരെ നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങളൊക്കെ വീണ്ടെടുക്കൽ, ജരാനരകളിൽ നിന്നും മൃത്യുവിൽ നിന്നും മോചനം ലഭിക്കുന്ന അമൃത സമ്പാദനം, ഇതൊക്കെയാണത്. ഇനിയോ ശ്രീശുവാച ദേവൻ സമാദിശ്യ ഭഗവാൻ പുരുഷോത്തമ തേഷം അന്തർദരേ രാജൻ സ്വച്ഛന്ദഗതീശ്വര. ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, ഇപ്രകാരം പരീക്ഷത്തെ ഇപ്രകാരം ദേവാൻ ഇതി സമാദിശ്യ ദേവന്മാരോട് നിർദ്ദേശിച്ചിട്ട് പുരുഷോത്തമ ഈശ്വര പുരുഷോത്തമനും ഈശ്വരനുമായിട്ടുള്ള ഭഗവാൻ സ്വച്ഛന്ദഗതിയാണ്. അതായത് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഭഗവാൻ തേഷാം അവരുടെ മുമ്പിൽ പെട്ടെന്ന് അങ്ങടെ അന്തർധാനം ചെയ്തു. തസ്മൈ ഭഗവതേ നമസ്കൃത്യ പിതാമഹ ഭവശ്ച ജഗ്മതു സ്വം സ്വം ധാമോപേയു ബലിം സുരാ. അതിനുശേഷം പിതാമഹ ഭവശ്ച ബ്രഹ്മാവും പരമേശ്വരനും തസ്മൈ ഭഗവതേ നമസ്കൃത്യ ആ ഭഗവാനെ നമസ്കരിച്ചിട്ട് സ്വം സ്വം ധാമ തങ്ങളുടെ ആ സ്ഥാനത്തിലേക്ക് തിരിച്ചുപോയി. ജഗ്മതു യാത്രയായി. സുരാ ബലിം ഉപേയു ദേവന്മാരെല്ലാവരും കൂടിയിട്ട് അസുരന്മാരുടെ രാജാവായിട്ടുള്ള ബലിയെ സമീപിക്കുകയും ചെയ്തു. ദൃഷ്ട്വാരീൻ അപ്യസംയത്തഞ്ചാദക്ഷോഭൻ സ്വനായകൻ നിഷേധൽ ദൈത്യരാശ്ലോക്യ സന്ധി വിഗ്രഹകാലവിൽ. എന്താണ് ഈ അസുരന്മാർ എല്ലാവരും അസുരന്മാരുടെ അടുത്ത് ദേവന്മാരെല്ലാവരും ചെന്നപ്പോൾ ബലിയുടെ അടുത്താണ് ചെന്നത്. അപ്പോൾ അവിടെ തന്നെ ആ ബലിയുടെ മാഹാത്മ്യം, ബലിയുടെ ആ ഗുണങ്ങളുടെ സൂചന ഓരോന്നും തുടങ്ങി. എന്താണ് സന്ധി വിഗ്രഹ കാലവിൽ, അതായത് സന്ധിക്കും വിഗ്രഹത്തിനും അതിൻ്റേതായിട്ടുള്ള കാലമുണ്ടെന്ന് അറിയുന്ന ശ്ലോക്യ യശസ്വിയുമായിട്ടുള്ള ദൈത്യരാട്ട്
അസുര ചക്രവർത്തി എന്നാണ് പറയുന്നത്. അസംയത്താൻ അവി ഹരീൻ ദൃഷ്ട്വ, ആ തൻ്റെ തങ്ങളുടെ ശത്രുക്കളാണ് അങ്ങനെ വരുന്ന ദേവന്മാരെ. അവർ യുദ്ധോദ്യുക്തരായിട്ടൊന്നല്ല, കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാണ്ടാണ് വരണത്. അവരെ കണ്ടിട്ട് ജാതക്ഷോഭാൽ സ്വനായക, അവർക്ക് അസുരന്മാർ കൂടെയുള്ള പാടെ തൻ്റെ സൈനാനികളുമൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇവരെ കടവളിക്കും ദേഷ്യം വന്ന് കോതില് യുദ്ധത്തിന് വന്നവരാണെന്നുള്ള ആ ക്ഷോഭം കൊണ്ട് ജാതക്ഷോഭാൽ, അതായത് ക്ഷോഭം ജനിച്ചവരായിട്ടുള്ള തൻ്റെ സേനാനായകന്മാരെയൊക്കെ തടഞ്ഞു നിർത്തി, നിൽക്കൂ യുദ്ധത്തിനൊന്നും പോകണ്ട, അവർ യുദ്ധത്തിന് വന്ന് വരുന്നല്ലോ, എന്തിനാ വരണമെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞത്. അതാണ് സന്ധി വിഗ്രഹകാലവിൽ എന്ന് പറഞ്ഞ് എല്ലാ സന്ധിക്കും വിഗ്രഹത്തിന് കഥാതിൻ്റെതായിട്ടുള്ള കാലുണ്ടെന്ന് അറിയുന്ന ശ്ലോക്യ ശ്രേയസ്യായിട്ടുള്ള അസുര ചക്രവർത്തി ആണ്. അവര് എന്നിട്ടോ ദേവന്മാരാണ് വന്നിട്ട് തേ വൈരോചനിമാസീനം ഗുപ്തം ചാസുരയൂതവൈ ശ്രിയാ പരമയാ ജുഷ്ടം ജിതാശേഷമുപാഗമൻ. ജിതാശേഷം പരമയാ ശ്രിയാജുഷ്ടം. ഈ സമയത്ത് എങ്ങനെയാണ് ബലി ആ ദേവന്മാരെയൊക്കെ തോൽപ്പിച്ചിട്ട് ലോകങ്ങളെല്ലാം കീഴടക്കിയവനാണ്. പരമയാ ശ്രിയാ വർദ്ധിച്ച ഐശ്വര്യത്താൽ ജുഷ്ടം ആണ്, സംലാളിതനാണ്. അസുരയൂഥവൈ ഗുപ്തം, അസുര സൈന്യാധിപന്മാരാൽ അങ്ങനെ സുരക്ഷിതനായിട്ട് ഇരിക്കുകയാണ്. ആസീനം, ആ ഇരിക്കുന്ന വിരോചനപുത്രനായിട്ടുള്ള ബലിയെ തേ ഉപാഗമൻ, അവർ ദേവന്മാരെല്ലാവരും കൂടി സമീപിച്ചു. മഹേന്ദ്ര സാന്ത്വയിത്വാ മഹാമതി അഭ്യഭാഷത തത്സർവം ശിക്ഷിതം പുരുഷോത്തമാൽ. ആ മഹാബലി അതിബുദ്ധിമാനായിട്ടുള്ള ആ മഹേന്ദ്ര ദേവേന്ദ്രൻ ശ്ലക്ഷ്ണയാ വാച, ആലോചിച്ച് നോക്കും, മധുരോദാരായിട്ടുള്ള വാക്കുകളാൽ ബലിയെ സാന്ത്വയിത്വ സ്വാധീനിപ്പിച്ച് പുരുഷോത്തമാൽ ശിക്ഷിത, ഭഗവാൻ നല്ല ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ശിക്ഷിതം, ഭഗവാനിൽ നിന്ന് നിർദ്ദേശിക്കപ്പെട്ട തൽ സർവം, എങ്ങനെ ഏത് രീതിയിൽ ഇതൊക്കെ അവതരിപ്പിക്കണം എന്നൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവയെല്ലാം വഴി പോലെ അഭ്യഭാഷത, വഴി പോലെ പറഞ്ഞു കൊടുത്തു എന്നാണ്. തദരോചത ദൈത്യസ്യ തത്രാന്യേ സുരാധിവാ ശംഭരോ അരിഷ്ടനേമിശ്ച യേ ച ത്രിപുരവാസിനാ. തൽ ദൈത്യസ്യ അരോചത, അത് ആ അസുരനായിട്ടുള്ള മഹാബലിക്ക് ആ സമ്മതമായി എന്ന് പറയുകയാണ്. തത്ര, പിന്നെ അവിടെ ഉണ്ടായിരുന്ന ശംബരൻ, അരിഷ്ടനേമി, അന്യേയ, വേറെ ഏതെല്ലാം അസുരാധിപന്മാരുണ്ടോ അവർക്കും ത്രിപുര നിവാസികളായ ആരൊക്കെ ഉണ്ടായിരുന്നുവോ അവർക്കുമൊക്കെ സമ്മതമായി. അവരുടെ ഈ സന്ധി സംഭാഷണം എന്ന് പറയുകയാണ്. അവരുടെ നിർദ്ദേശങ്ങളൊക്കെ ദേവന്മാരുടെ എന്നിട്ടോ അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് തതോ ദേവാസുരാ കൃത്വാ സംവിധം കൃത സൗഹൃദ ഉദ്യമം പരമം ചക്രു അമൃതാർത്ഥേ പരന്തവ. ഈ പരന്തവ ശത്രുക്കളെ തപിപ്പിക്കുന്നതിനായിട്ടുള്ള പരീക്ഷിത്തെ എന്ന് പറയുകയാണ്. അതിനുശേഷം അനന്തരം ദേവന്മാരും ആസുരന്മാരും സംവിധം കൃത്വ പരസ്പര സന്ധി ചെയ്തിട്ട് സൗഹൃദബന്ധം ഉറപ്പിച്ചിട്ട് അമൃതാർത്ഥേ പരമം ഉദ്യമം ചക്രു, അമൃതം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് വലുതായിട്ടുള്ള ആ പ്രയത്നം ചെയ്യുവാൻ തുടങ്ങി എന്നാണ്. അതായത് രണ്ടുപേരും കൂടിയിട്ട് അമൃത മദനത്തിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. തതസ്തേ മന്ദരഗിരിം ഓജസോൽപാട്യ ദുർമദ നദന്ത ഉദധിം നിന്യു ശക്ത പരിഗവാഹവാ. എന്നിട്ട് അവരെല്ലാവരും കൂടി അനന്തരം ശക്ത ദുർമദ പരിഗവാഹവാ. അവരെല്ലാവരും എങ്ങനെയാണ്? ബലവാന്മാരാണ്, മതോന്മത്തന്മാരാണ്, ഉരുമ്പലൊക്കെ പോലുള്ള നല്ല കൈകളോട് കൂടിയതായിട്ടുള്ള അവര് മന്ദരഗിരിയും ഓജസ ഉൾപ്പാട്ടിയ മന്ദരപർവ്വതത്തെ ഇങ്ങോട്ട് കടപുഴക്കി എടുത്തിട്ട് നദന്ത ആർപ്പ് വിളിച്ചുകൊണ്ട് ഉദധിം സമുദ്രതീരത്തെ അങ്ങനെ കൊണ്ടുപോയി എന്ന് പറയുകയാണ് മന്ദരപർവ്വതത്തിന്. അപ്പം എങ്ങനെയാണ് ആലോചിച്ച് നോക്കൂ, ഈ വിശേഷങ്ങൾക്കൊക്കെ ആർക്കാ? ശരിക്കും അസുരന്മാർക്കാണ്. അവരാണ് ഈ മന്ദരപർവ്വതത്തിനെ എടുത്ത് പൊക്കണത്. അപ്പോൾ ദൂരഭാരോദ്വഹശ്രാന്ത ശക്രവൈരോചനാദയാ അപാരയന്തസ്തംബോടും വിജഹുപ്പതി. അതായത് സംഖ്യയിലുള്ള 50% പേർക്ക് ശക്തിയുള്ളൂ. അപ്പോഴോ ദൂരഭാരോദ്വഹശ്രാന്ത, വളരെ ദൂരത്തേക്ക് ഭാരം താങ്ങി തളർന്നു പോയിട്ടുള്ള ശക്രവൈരോചനാഥയ, ഇന്ദ്രനും ബലിയും മറ്റുള്ള ദേവാസുരന്മാരും തംവോടും അതിനെ വഹിപ്പാൻ അപാരയന്ത കഴിവറ്റവരും പരവശരുമായിട്ട് വിജഹു വഴിയിൽ താഴ്ത്തിട്ടു പറയണം. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് കനം താങ്ങാൻ വയ്യാണ്ട് എത്ര ദൂരം കൊണ്ടുപോകും വേണ്ടേ, അവർ പർവ്വതത്തിനെ അവിടെ താഴ്ത്തിട്ടു എന്ന് പറയുകയാണ്. എന്നിട്ടോ ആ ഇടണ സമയത്ത്
നിവതൽസഗിരിസ്തത്ര ബഹൂൻ അമരദാനവൻ ചൂർണയാമാസ മഹതാ ഭാരേണ കനകാചല സ കനകാചലഗിരി. ആ സ്വർണ്ണപർവ്വതം, അതായത് മന്ദിരപർവ്വതം നല്ല സ്വർണത്തിൻ്റെതായുള്ള പർവ്വതമാണ്. തത്ര നിവത, അങ്ങനെ വീണ സമയത്ത് മഹതാ അതിൻ്റെ മഹത്തായിട്ടുള്ള ഭാരം കൊണ്ട് അടിയിലിയ ദേവന്മാരും ഇങ്ങനെ പൊക്കി എല്ലാവരോടും പൊക്കി പോവല്ലേ, പെട്ടെന്ന് അവരങ്ങ് ഇട്ട സമയത്ത് അതിൻ്റെ അടിയിൽ പെട്ടിട്ട് ബഹൂൻ അമരദാനവാൻ ചൂർണയാമാസ, അനവധി ദേവാസുരന്മാരെ പൊടിയാക്കിയത് പറയുകയാണ് പർവ്വതത്തിൻ്റെ കാരണം. എന്നിട്ടോ താം തഥാ ഭഗ്നമനസോ ഭഗ്നബാഹൂരുഗന്ധരാൻ വിജ്ഞായ ഭഗവാൻ തത്ര ബഭൂവ ഗരുഡധ്വജ. ആ താൻ തഥാ ഭഗ്നമനസ, പെട്ടെന്ന് അവരെ അപ്രകാരം മനസ്സുമെടുത്തവരും ഭഗ്നബാഹൂരുഗന്ധർ, കയ്യും തൊടയും കഴുത്തും ഒടിഞ്ഞു പോയിട്ടുള്ള ആൾക്കാരായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ശ്രീഹരി ഗരുഡാരൂഢനായിട്ട് തത്ര പെട്ടെന്ന് അവിടെ ഇങ്ങോട്ട് വന്നു ഭഗവാൻ. എന്നിട്ടോ ഗിരിപാദ വിനിഷ്പിഷ്ടാൻ വിലോക്യാമരദാനവൻ ക്ഷയാമാസ നിർജരൻ നിർവ്രണൻ യഥാ. ആദ്യം തന്നെ എന്ത് ചെയ്തു, ആ പർവ്വതത്തിൻ്റെ ആ വീഴ്ച കാരണം പൊടിയായി കിടക്കണ കയ്യും കാലും പൊടിഞ്ഞിട്ടുള്ള അമരദാനവാൻ ഉണ്ടല്ലോ, ആ ദേവന്മാരെയും അസുരന്മാരെയും എങ്ങനെയാണ് ഗിരിപാദ വിനിഷ്പിഷ്ട, പർവ്വതത്തിൻ്റെ പതനം കൊണ്ട് അങ്ങനെ ചതഞ്ഞറിഞ്ഞവരായിട്ടുള്ള അവരെയൊക്കെ കണ്ടിട്ട് ഈ ക്ഷയ തൻ്റെ ആ നോട്ടം കൊണ്ട്, തൃക്കൺകടാക്ഷം കൊണ്ട് നിർജരാൻ നിർവ്രണാൻ യഥാപൂർവം ജീവയാമാസ, മുൻപ് എങ്ങനെ ഉണ്ടായിരുന്നു അവരെയും ജീവിപ്പിച്ചു. എങ്ങനെയാണ് അവരുടെ ക്ഷീണങ്ങളൊക്കെ മാറ്റി, ഒപ്പം തന്നെ അവരുടെ വ്രണങ്ങളൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് എല്ലാവരെയും വീണ്ടും ആരോഗ്യവാന്മാരാക്കി തീർത്തു ഭഗവാൻ. എങ്ങനെ തൻ്റെ ആ ഒരൊറ്റ നോട്ടം കൊണ്ട്. എന്നിട്ടോ ഗിരിം ചാരോപ്യകരുടെ ഹസ്തേനേനലീലയാ ആരുഹ്യ പ്രയാവഭ്രിം സുരാസുരഗണൈർവൃത. അതിനുശേഷം ഒരു കൈകൊണ്ട് ഗിരിം ഗരുഡേ ലീലയാ ആരോപ്യ, തൻ്റെ ഇടത്തെ കൈകൊണ്ട് ആ പർവ്വതത്തെ ഒരു ലീലയായിട്ട് എടുത്ത് പൊക്കിയിട്ട് താൻ ഗരുഡൻ്റെ പുറത്തുണ്ട്, ഗരുഡൻ്റെ പുറത്ത് വെച്ചിട്ട് താനും കയറിയിട്ട് ആരുഹ്യ ച, താനും കയറി സുരാസുരഗണൈ വൃത അഭ്രിം ദേവന്മാരാലും അസുരന്മാരാലും ചുറ്റപ്പെട്ടുകൊണ്ട് സമുദ്രത്തിലേക്ക് പോയി. അവരോപ്യഗിരിം സ്കന്ധാൽ സുവർണ പതതാംവര യയൗ ജലാന്ത ഉത്സൃജ്യ ഹരിണാ സവിസർജിത. പതതാംവര, പക്ഷിശ്രേഷ്ഠനായിട്ടുള്ള ഗരുഡൻ സ്കന്ധാൽ ഗിരിം അവരോപ്യ, അവിടെ എത്തിയ സമയത്ത് കഴുത്തിൽ നിന്ന് പർവ്വതത്തെ താഴെ ഇറക്കി ജലാന്തേ, സമുദ്രജലത്തിൻ്റെ അറ്റത്ത് ഉത്സൃജ്യ സ്ഥാപിച്ച് ഹരിണ ഭഗവാനാൽ വിസർജിത വിട്ടയക്കപ്പെട്ടവനായിട്ട് യയൗ ഗരുഡൻ അവിടെ എത്തിയിട്ട് പർവ്വതത്തിനെ അവിടെ ഇറക്കി ഭഗവാനെ ഇറങ്ങിയിട്ട് ഗരുഡൻ്റെ പാട്ടിനെ അങ്ങോട്ട് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ അധ്യായം അവസാനിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ അമൃതമദനേ മന്ദരാചലാനയനം നാമ ഷഷ്ടോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.